പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്ത UDAD കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു. UDAD കാർഡ് എളുപ്പത്തിൽ എടുക്കാമെന്നുള്ള ഒരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപാട് കമൻറ്റുകൾ എനിക്ക് പേഴ്സണലായി വാട്സപ്പിലും മറ്റുമായി എനിക്ക് വന്നിട്ടുണ്ട്. അതിന് പുറമെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഇട്ട വീഡിയോൻ്റെ ഒരു തുടർ വീഡിയോ ആണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ UDAD കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നിലവിൽ ആക്സിഡൻറ്റും മറ്റുമായി വന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു UDAD കാർഡിൻ്റെ കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണെങ്കിലോ ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു ആശയക്കുഴപ്പമാണ്. എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വല്ലാത്തൊരു മാനസിക സ്ഥിതിയാണ് അങ്ങനെ സംഭവിച്ച ഓരോ വീട്ടിലും ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ഇന്നലെ ഒരു കോളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത് UDAD കാർഡിൻ്റെ കാര്യം വീഡിയോസ് കണ്ടിട്ടാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങൾ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ആ വീഡിയോയിൽ കുറച്ചും കൂടി വിശദമായി സംസാരിക്കാമായിരുന്നു എന്ന്. കാരണം ചില സമയത്ത് നമ്മളൊരു കാര്യം പല രീതിയിൽ അതിനെ ഒരു വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അതിനെ പല രീതിയിൽ മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ഒരു ആശയവിനിമയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടാൻ ആയിരുന്നില്ല എന്നുള്ള കമൻറ്റ് വരുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും പറയാനുള്ള കാര്യം കൃത്യമായിട്ട് അവരിലേക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവർ ഇന്നലെ എന്നോട് പ്രത്യേകം സംസാരിച്ചതിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഇവരെ പോലുള്ള സംശയങ്ങളുള്ള പലരും നമ്മുടെ ഇടയിലുണ്ടാവാം. അപ്പോൾ ഇവരെന്നെ വിളിച്ച് സംസാരിച്ച് ക്ലിയറാക്കി ചെയ്തു നോക്കി എന്നല്ലാതെ ഇത് സംസാരിക്കാത്ത അല്ല എന്നെ വിളിക്കാത്ത ഇതെന്ത് ചെയ്യണമെന്ന് പതച്ച് നിൽക്കുന്ന ആൾക്കാർ ചില സമയത്ത് പുറമേ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇന്ന് വിശദമായ ഒരു കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ഉപകാരമായിരിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത് തന്നെയാലും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ മുഴുവനായിട്ട് കേൾക്കുക. അത് ഉപകാരപ്പെടും എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ എന്നോട് ഈ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടിലൊരു വൈകല്യമുള്ള ആൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ബസ്സിലകപ്പെട്ട് കാല് മുറിക്കേണ്ട ഒരു സാഹചര്യം വന്ന ആ ഒരു പയ്യൻ്റെ അവസ്ഥ അപ്പം അവർക്കൊരു വല്ലാത്തൊരു മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചിട്ട് യാതൊരു ചിന്താഗതിയോ മറ്റും ഇല്ലാതെ വർഷങ്ങളായി നല്ല സന്തോഷത്തിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ശേഷം അതിനൊന്ന് റിക്കവർ ചെയ്തിങ്ങനെ വരുമ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഉണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ ബോർഡുമായിട്ട് സംബന്ധിച്ച ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടും UDAD കാർഡും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യമായി നമുക്ക് ഇപ്പോൾ എന്നെ വിളിച്ച സുഹൃത്തിൻ്റെ ഒരു കാര്യം തന്നെ നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തി ആദ്യമായി ഒരു UDAD കാർഡോ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റോ എടുക്കണമെന്ന് അവർക്ക് ആവശ്യമായി വന്നിരിക്കുമ്പോൾ അവരാദ്യം ചെയ്യേണ്ടത് അവരുടെ ഡാറ്റ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനുണ്ട്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്
അതുമായി ബന്ധപ്പെട്ട് നമുക്ക് UDID കാർഡും കിട്ടും. ഓക്കെ, അപ്പോൾ www.swalambancard.gov.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ സിസ്റ്റം വഴിയോ നമ്മുടെ മൊബൈൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ ത്രൂ നമുക്ക് പോയാലും നമുക്ക് ഈ വെബ്സൈറ്റിൽ കയറി എൻട്രി ചെയ്തു. അതുപോലെ ഈ വെബ്സൈറ്റിലൂടെ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഓരോ ഭാഗവും അത് ഞാൻ പ്രത്യേകിച്ചിട്ട് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറിയാൽ ഭാഷ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം പേര് നമ്മൾ ഇംഗ്ലീഷിലടിക്കുക. മലയാളത്തിലടിക്കുന്നതിന് നമുക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് ആ ഇംഗ്ലീഷ് ഗൂഗിളിൽ പോയിട്ട് വേണമെങ്കിൽ മലയാളമാക്കി ഇപ്പുറം കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ആ രീതിയിലോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യാം. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് നമുക്കവിടെ ചെയ്യാം. ബാക്കിയുള്ള വിശദ വിവരങ്ങൾ 1 by 1 നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. ഒരു ഫോട്ടോ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒരു പേപ്പറിൽ സിഗ്നേച്ചർ ചെയ്ത് ആ പേപ്പറിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ ക്രോപ്പ് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെക്കുക. ആധാർ കാർഡ്, ID പ്രൂഫായിട്ട് ആധാർ കാർഡ്, അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ അടിക്കേണ്ട സ്ഥലം വരുമ്പോൾ ആധാർ കാർഡിൻ്റെ നമ്പർ, നിങ്ങളുടെ മെയിൽ ID, ഫോൺ നമ്പർ, ഇതൊക്കെ കൊടുത്ത് നമുക്ക് ഈ വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സംസ്ഥാനവും ജില്ലയും അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ്, മെഡിക്കൽ ബോർഡ് നടക്കുന്ന ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് സെൻറ്റർ ഇതിൽ നമുക്ക് സിസ്റ്റത്തിലൂടെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ആവശ്യമായ നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഹെൽത്ത് സെൻറ്ററുമായിട്ട് നമുക്ക് കാണിച്ചു തരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും അവർ നമ്മളെ ഈ ബോഡി മീറ്റിങ്ങുള്ള സമയത്ത് വിളിക്കുന്നതായിരിക്കും. അത് നമ്മൾ കുറച്ച് നാൾ കാത്തു നിന്ന് അവർ വിളിക്കുന്നതായിട്ട് കാണുന്നില്ല എങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ പേര് കൊടുത്ത ഹോസ്പിറ്റലിൽ ഇതിൻ്റെ പ്രിൻ്റ് ഇതിൻ്റെ ID നമ്പറുമായിട്ട് നമ്മൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ എൻറോൾമെൻറ്റ് നമ്പർ എന്തായാലും ആ പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടാവും. ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിരുന്നു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന്, ഇതുവരെക്കും വിളിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ഒന്നിക്കൽ അവർ ശ്രദ്ധയപ്പെടാത്തതാണെങ്കിൽ അതെങ്കിൽ അടുത്ത ബോഡി മീറ്റിങ്ങിൽ ഏത് ദിവസമാണ് വരാൻ അവർ നിർദ്ദേശിക്കും. അന്നേ ദിവസം നിങ്ങൾ 2 ഫോട്ടോ, ആധാർ കാർഡ്, ആ മെഡിക്കൽ ബോർഡിൻ്റെ തീയതിയിൽ അവിടെ നിന്നും നിങ്ങൾക്ക് മെഡിക്കൽ ബോർഡ് പരിശോധന നടത്തും. പരിശോധന നടത്തിയിട്ട് സർട്ടിഫിക്കറ്റ് അന്ന് തന്നെ കിട്ടണമെന്നില്ല. അത് അവർ നിങ്ങൾക്ക് തരുന്നത് ചില സമയത്ത് 1 ആഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ടാണ് ഒരു ഡേറ്റ് തരിക. കാരണം നിങ്ങൾ ആ സർട്ടിഫിക്കറ്റിൽ 3-4 ഡോക്ടേഴ്സ് ഒപ്പിടാണ്ട്, സൂപ്രണ്ട് ഒപ്പിടാണ്ട്, അതുകൊണ്ട് ബൈ ഹാൻഡ് ഓൺ ദ സ്പോട്ട് കിട്ടുന്നതല്ല. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്വാവലംബൻ വെബ്സൈറ്റിലൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോ ഡിസ്ട്രിക്ട് വൈസും ഹെൽത്തിൻ്റെ DMO ത്രൂ നമ്മൾ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്ത അപേക്ഷ നിലവിൽ അവർക്കത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ പ്രകാരം അവർ ഈ വെബ്സൈറ്റിൽ കയറുകയും അവരെ സൈറ്റിൽ കയറുകയും നിങ്ങൾ ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അവർ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് UDID കാർഡ് ഓട്ടോമാറ്റിക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരും. UDID കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും UDID കാർഡിൻ്റെ ആ ഒരു നമ്പർ വരുന്നുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ UDID കാർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ UDID കാർഡാണിത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ, എൻ്റെ UDID കാർഡാണിത്. നിങ്ങൾക്ക് ഇങ്ങനെ പോസ്റ്റൽ വഴി ഇങ്ങനെ ഒരു UDID കാർഡ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഈ നമ്പർ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ അടിക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അതിൽ അപ്ലോഡ് ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് നമ്മളെ ഈ സർട്ടിഫിക്കറ്റ്. അതല്ലെങ്കിൽ തന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയാൽ അവർ പറഞ്ഞ ഡേറ്റിന് പോയാൽ നമുക്ക് ഈ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ നമുക്ക് നൽകുന്നതായിരിക്കും.
പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഈ സിസ്റ്റം എല്ലാ ജില്ലയിലും അങ്ങനെ പക്ക ക്ലിയർ ആയിട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വിശദീകരണം ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ണൂരാണ്. ഈ 23-ൽ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ഈ കാർഡ് കിട്ടിയത്. 2019 മുതൽ അംഗൻവാടി ത്രൂ ആശാ വർക്കർ വന്ന് കളക്ട് ചെയ്ത് പോയിട്ട് എനിക്ക് ഈ സംഭവം കിട്ടിയില്ല. അപ്പോൾ ആ സമയത്തുള്ള ഒരു എൻറോൾമെൻറ്റ് നമ്പർ എനിക്ക് എൻ്റെ മൊബൈലിൽ വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്പർ വെച്ച് ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് അവിടെ എൻ്റെ ഒരു ഇഷ്യൂസ് ഈ ID പ്രൂഫായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു ഇഷ്യൂസ് ഞാൻ കണ്ടത്. മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ടും ക്ലിയർ ഇല്ലാത്തതുകൊണ്ടും മാറ്റി വെച്ചതായിട്ടാണ് കാണാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന് കൊടുക്കുമ്പോൾ അവിടെ ഈ രീതിയിൽ അപേക്ഷ കൊടുത്തിരുന്നെങ്കിലും UDID കാർഡിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് പുറമേ നിന്നും ഈ എൻ്റെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ അക്ഷയ ത്രൂ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരുന്നു. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റലും ഡാറ്റ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ അവൈലബിൾ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ആർക്കോ ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ടെല്ലാം കൊണ്ടുവരണ്ടേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു അന്ന് ഞാൻ എടുക്കുന്ന സമയത്തുണ്ടായത്. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ പ്രത്യേകിച്ചിട്ട് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ അറിയാം. നിങ്ങൾക്ക് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതിന് ശേഷം ഈ സൈറ്റിൽ കയറി രണ്ടാമത് നിങ്ങളെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാം. കാരണം അത് അപ്രൂവലായി വരും. അതിന് നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ മൊബൈലിൽ വരും. അത് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങളെ ആ മൊബൈലിൽ മെസ്സേജ് വരും. മൊബൈൽ ശ്രദ്ധിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങി. അതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്തു. ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഇതുപോലെ ഇങ്ങനെ കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിച്ചൊരു സുഹൃത്തുണ്ടായിരുന്നു. എറണാകുളമാണോ എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ആ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞത് അവനിത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായിട്ട് മുമ്പേ UDID കാർഡ് വീട്ടിൽ വന്നിരുന്നു. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നിടത്ത് നമുക്ക് UDID കാർഡ് ഉപയോഗിക്കാമെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ നമ്പർ അടിച്ചാൽ നമ്മുടെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. അത് കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള എവിടെയായാലും സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ഏത് സ്ഥലത്തായാലും ഈ ഒരു UDID കാർഡാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട്, നമ്മൾ റെയിൽവേയിൽ ഈ UDID കാർഡ് കാണിച്ചിട്ട് ടിക്കറ്റ് തരുന്നില്ല. അത് എന്തായാലും ഇപ്പോൾ ഒരു അംഗീകാരത്തിലേക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം അതിന് റെയിൽവേൻ്റെ ഒരു പ്രത്യേക ID കാർഡ് റെയിൽവേ പാസിന് വേണ്ടിയിട്ട് ഒരു കാർഡ് ഇറക്കുന്നുണ്ട്. അതിങ്ങനെയുള്ള കാർഡല്ല, കുറച്ച് ഒരു വലുപ്പമുള്ള സാധാരണ ഒരു ID കാർഡായിട്ട് ഇറക്കുന്നുണ്ട്. ട്രെയിൻ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നില്ല, പിന്നെ ഇതിനെ കൊണ്ടെന്ത് കാര്യം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പെൻഷൻ്റെ ആവശ്യത്തിന് പോകണമെങ്കിലും ഒരു ജോലി സംബന്ധമായിട്ടാണെങ്കിലും മറ്റുള്ള ഏതൊരു ആവശ്യത്തിന് പോകുന്നുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്ന എല്ലാ മേഖലകളിലും, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ID പ്രൂഫ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഒരു PSC എക്സാം ആയാലും മറ്റും എവിടെയായാലും ഒരു ID പ്രൂഫ് ചോദിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഈ ഒരു ID നിങ്ങൾക്ക് എന്ത് തന്നെയായാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാ ഒരു ID മാത്രമാണ് UDID കാർഡ്. അപ്പോൾ ഇതിനെ കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം കിട്ടിയത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം നമ്മളൊരു ഡിസബിലിറ്റി ആണെന്ന് ചില സമയത്ത് പെട്ടെന്ന് ഒരാളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവരെ കാഴ്ചയിൽ ചില സമയത്ത് നമുക്കിങ്ങനെ ഒരു വൈകല്യം ഉള്ളതായിട്ട് തോന്നില്ല. പ്രത്യേകിച്ചിട്ട് എന്നെ തന്നെ ഇരുന്ന് കഴിഞ്ഞാലും യാത്ര ചെയ്യുമ്പോഴൊന്നും ഒരു വൈകല്യമുള്ള ആളായിട്ട് ആയിരിക്കും അങ്ങനെ പെട്ടെന്ന് തോന്നാറില്ല.
അത് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് കാലിന് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുക. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഭിന്നശേഷിക്കാരനാണെന്ന് ഉള്ള രീതിയിൽ മനസ്സിലാവില്ല. അപ്പോൾ പോകുന്ന സമയത്ത് ടോളൊന്നും മറ്റും നിർത്തിയിട്ട് ഭിന്നശേഷി കാരനാന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ ഭിന്നശേഷിക്കാരുടെ വാഹനങ്ങൾക്ക് ടാക്സ് അളവും GSTൻ്റെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ റോഡ് ടാക്സിൻ്റെ അളവും ഇൻഷുറൻസിൻ്റെ അളവും ഒക്കെ നൽകുന്നത് പോലെ തന്നെ ടോൾ പിരിവ് നമ്മൾ ഒരു ഭിന്നശേഷിക്കാരനാണ് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഒരു ഡിസാബിലിറ്റി ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്ത് കാണിക്കാനില്ല. അപ്പോൾ നമ്മുടെ ഡിസാബിലിറ്റി കാർഡായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നമുക്ക് പോക്കറ്റിൽ കൊണ്ട് ഇട്ട് നടക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് കാർഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാർഡ് നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പ്രേക്ഷകർക്ക് വന്ന ഒരു സംശയങ്ങളും കാര്യങ്ങളും തീർക്കുന്നതിന് വേണ്ടിയാണ് വിശദമായി ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിച്ചത്. ഓക്കെ, അടുത്ത വീഡിയോയുമായി നമുക്ക് പുതിയ ആശയമായി വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.